ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഒരു റൗണ്ട് അടിക്കാൻ ഇറങ്ങിയതാണേ. അപ്പോഴാണ് ഞങ്ങൾ വിധാൻ സൗദയുടെ മുമ്പിൽ കൂടെ പോയത്. ശരി, അപ്പോൾ അതെല്ലാവരെയും ഒന്ന് കാണിക്കാമല്ലോ എന്ന് ഓർത്തു. ഒരുവിധം എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ബാംഗ്ലൂർ വരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാലോ, വിധാൻ സൗദ. ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. ഇവിടെ നമ്മുടെ ചീഫ് മിനിസ്റ്ററിൻ്റെയും അല്ലാതെ വേറെ മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഓഫീസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ലെജിസ്ലേറ്റീവ് ബിൽഡിംഗ് ഇതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കർണാടകയിലെ ഇമ്പോർട്ടൻറ്റ് ലോസും ഡിസിഷൻസൊക്കെ ഇവിടെയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഒത്തിരി ടൂറിസ്റ്റൊക്കെ വരാറുണ്ട്. അവിടെ അടുത്ത് പാർക്കിംഗ് ഒന്നും കണ്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ പാർക്ക് ചെയ്തില്ല. പിന്നെയും ലേറ്റ് ആവും, പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ ടൈം ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതേപോലെ ഈ ബാംഗ്ലൂർ എന്തുകൊണ്ടാണ് ഗാർഡൻ സിറ്റി എന്ന് പറയുന്നതെന്ന് കണ്ടോ. ഇവിടെ മരങ്ങളൊക്കെ രണ്ട് സൈഡിലും നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിലത്തുനിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ സൂപ്പർ ക്ലൈമറ്റ് ആയിരിക്കും. ഇപ്പോൾ തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ മരത്തിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ ഡബിൾ തണുപ്പായിരിക്കും. നല്ലൊരു ഫീലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ നന്നായിട്ടുണ്ടായേനെ. ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്.